ഓ എന്റെ അമ്മച്ചി കലക്കി. ഇവനേതാ ചുമട്ട് തൊഴിലാളി? ചെളിയ, അവൻ ചുമട്ട് തൊഴിലാളി അല്ല, സണ്ണിയാ. സണ്ണി, നീ നന്നായിട്ട് സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അല്ലെന്നേ, ഇവനെക്കാളും നന്നായിട്ട് ബന്നി സ്കേറ്റിംഗ് ചെയ്യും. എന്ത്, ഞാനോ? എടാ മരമണ്ട, പഴം വഴുതി പാലിൽ വീണിരിക്കുകയാണ്. കിറ്റിയുമായി നിനക്ക് ഡാൻസ് കളിക്കാനുള്ള ചാൻസ് നീ മിസ് ചെയ്യാൻ പോവാണോ? എന്റെ അമ്മച്ചി ഇവൻ സ്കേറ്റിംഗ് ചെയ്യുന്നോ? ബന്നി, നീ നിന്റെ കഴിവ് കാണിക്ക്. എന്റെ അമ്മച്ചി പേടിയാവുന്നേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. എന്റെ അമ്മച്ചി. എന്റെ കയ്യിന്ന് വിട്. വിടാനാ പറഞ്ഞേ. എന്റെ വീട്ടിനകത്ത് വന്നോണം നിന്റെയൊക്കെ കളി. എന്നെ കുറിച്ച് നിനക്ക് അറിയില്ല. വെള്ളം തായോ. വാ, അടിപൊളി. എന്തായാലും കലക്കി കൊച്ചളിയാ, കലക്കി. എടാ കഴുതേ, കൈ തട്ടുന്നതൊന്നും മതിയാക്ക്. ബന്നി അവിടെ നാണം കെട്ട് കിടക്കുകയാണ്, മനസ്സിലായോ? എടാ ബന്നി, നീ എന്തായി കാണിച്ചത്? കിറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? നിനക്ക് സ്കേറ്റിംഗ് കളിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഹീറോ ചമയാൻ വേണ്ടി വരുന്നേ? സണ്ണി, നീ ഒരുപാട് സംസാരിക്കരുത്. ഒരു ദിവസത്തെ പ്രാക്ടീസ് മാത്രം മതി. നിന്നെക്കാളും നന്നായിട്ട് സ്കേറ്റിംഗ് ചെയ്യും. അതെയോ? എന്നാ ശരി, ഇവന് ഞാൻ 2 ദിവസം കൊടുക്കാം. 2 ദിവസത്തിന് ശേഷമുള്ള സ്കേറ്റിംഗ് കോമ്പറ്റീഷനിൽ ഇവൻ 5 കിലോമീറ്ററിൽ എന്നെ തോൽപ്പിക്കും. നോക്കട്ടെ. തീർച്ചയായും നിന്നെ മാത്രമല്ല എല്ലാവരെയും തോൽപ്പിക്കും. എന്നിട്ട് ഫസ്റ്റ് വരികയും ചെയ്യും. എന്നാ നമുക്ക് കാണാം. നീ കൂട്ടുകാരനോ അതോ ശത്രുവോ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? 2 ദിവസം ധാരാളമാണ് ബന്നി. നീ തീർച്ചയായും ജയിക്കും. എടാ, 2 മിനിറ്റ് കൊണ്ട് തന്നെ എന്റെ തടി കേടായിരിക്കുക. 5 കിലോമീറ്റർ സ്കേറ്റിംഗ് എങ്ങനെയാടാ ചെയ്യാൻ പറ്റുക? എടാ, മഴ പെയ്യുന്നതിന് മുമ്പ് കൊട പിടിക്കേണ്ട ആവശ്യം വല്ലതുമുണ്ടോ? പ്രാക്ടീസ് ചെയ്യടാ, എല്ലാം ശരിയാവും. സംശയമുണ്ടോ? പ്രാക്ടീസോ? ശരി എന്നാ. ബേബി സ്റ്റെപ്പ്, ബേബി സ്റ്റെപ്പ്, ബേബി സ്റ്റെപ്പ്, ബേബി സ്റ്റെപ്പ്. എന്റെ അമ്മച്ചിയെ. ഹണി, എടാ നീ എങ്ങോട്ടാ പോയത്? ബേബി സ്റ്റെപ്പ്. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നീ ഒരു കാലത്തും പഠിക്കില്ല. എന്നെ കൊണ്ടെന്തായാലും ഇത് സാധിക്കില്ല. തീർച്ചയായും സാധിക്കും കൊച്ചളിയാ. എന്നാ പിടിച്ചോ. എന്റെ അമ്മച്ചി, ആരെങ്കിലും രക്ഷിക്കണേ. മാറിക്കോ. IPL ഉറക്കം താറുമാറാക്കി. ബണ്ണി എന്റെ കാലു ഗേറ്റ് വേ ആക്കി. അടികൈ. വിടറാ, എന്നെ വിടറാ. വിട്ടാലേ ഞാൻ താഴെ വീഴും. നിങ്ങൾ താഴേക്ക് ഇറങ്ങി നോക്ക്. രക്ഷിക്കണേ, രക്ഷിക്കണേ. ആ
അമ്മച്ചി. പഴങ്കഞ്ഞിയോടൊപ്പം കണ്ണിമാങ്ങ അച്ചാർ നല്ലതാണ്. ബണ്ണി ഇന്ന് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടികൈ. ഓഹോ, ഇതും ഇഷ്ടപ്പെട്ടോ നിനക്ക്? അല്ല, ഞങ്ങൾ കൈയടിച്ചത് ബന്നി ചെയ്ത സ്കാറ്റിംഗ് കണ്ടിട്ടാണ്. ഓ, എന്നെ കൊണ്ടിത് കഴിയില്ല, തീർച്ചയായിട്ടും കഴിയില്ല. ബന്നി ഇന്നത്തെ ദിവസം മുഴുവനുണ്ട്. നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യ്. നാളത്തെ കോമ്പറ്റീഷനിൽ നീ തന്നെയായിരിക്കും ജയിക്കുക. ഉം. ഏ, ഏ, ആ, ആ, വിഷുവിന് വാങ്ങണം അമ്മയുടെ പക്കൽ നിന്ന് അനുഗ്രഹം. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യണം, അതാണ് എന്റെ ആഗ്രഹം. അടികൈ. 2 ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ ആഹാരം വെച്ചാൽ അത് വേസ്റ്റ്. എല്ലാവർക്കും എന്റെ വക ഒരു ഓൾ ദ ബെസ്റ്റ്. അടികൈ. ഗെറ്റ് സെറ്റ് ഗോ. എന്റെ പണി ഇങ്ങനെ നീ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് ജയിക്കാൻ കഴിയില്ല. ഒന്ന് വേഗം വാ, സ്പീഡ് കൂട്ട, സ്പീഡ്. അത് ശരി, നീ എന്നെ ജയിക്കാൻ നോക്കുകയാണല്ലേ? എന്നെ പിടിച്ചോ. അതെ, ഒരു മിനിറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടായി പോകുന്നത്, ഒന്ന് നിക്ക. എന്റെ അമ്മച്ചി. ആഹാരം കഴിക്കാതെ ഇവൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ഈ മത്സരത്തിൽ ബണ്ണി വിജയിച്ചിരിക്കുന്നു. അടികൈ. ബണ്ണി, ഇതാ നിന്റെ ട്രോഫി പിടിച്ചോ. എനിക്ക് കിട്ടി. വൗ, നിന്റെ അടുത്തൊന്നും ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അല്ല, ഇവൻ എങ്ങനെയാ ജയിച്ചതാ? ബണ്ണി, നീ ഇത്രയും നല്ല സ്കേറ്റർ ആണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഇനി എന്തായാലും നിന്നെ ഞാൻ തീർച്ചയായിട്ടും സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷന് കൊണ്ടുപോയിരിക്കും. വേണ്ട.